ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആനുവൽ എക്സാമായി, ആനുവൽ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ആയിരിക്കും മോസ്റ്റ്ലി. അപ്പോൾ ലോങ് വീഡിയോക്കൊന്നും ടൈം ഉണ്ടാവില്ല. മെയിൻലി ഞാൻ ലോങ് വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ, ലോങ് വീഡിയോനെക്കാട്ടും എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളും ഇടാൻ എളുപ്പവും അതുപോലെ തന്നെ വ്യൂസും ഉള്ളത് ഷോർട്സാണ്. സോ ഞാൻ ഷോർട്സ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അറിയില്ല എത്ര നാളത്തേക്കാണ്. അപ്പോൾ ഇപ്പം എൻ്റെ കറൻറ്റ് സബ്സ്ക്രൈബർ കൗണ്ട് ഈസ് 207 ആണ്. അപ്പോൾ ഇനി എത്രത്തോളം അത് ഗ്രോത്ത് ചെയ്തെടുക്കാൻ പറ്റും എന്നറിയില്ല. എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട് അത് നല്ല രീതിക്കൊന്ന് ഗ്രോത്ത് ചെയ്തെടുക്കാൻ. ഞാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് കൂടുതലൊന്നുമല്ല, ഒരു 500 1K അത്രയാണ്. ഞാനിപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 to 7 മന്ത്സോളായി. ബട്ട് എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് 207 ആണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു എന്താ പറയുക മ്യൂസിക്കും അതേപോലെ കുറച്ച് ഒച്ചപ്പാടെല്ലാം കേൾക്കാം. ബിക്കോസ് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ല ഒച്ചപ്പാട് കേൾക്കാം. ബട്ട് അത് വിചാരിച്ച് ഇനിയും ഞാൻ ഇത് നീട്ടിക്കൊണ്ടേ തീരെ പറ്റൂല. ബിക്കോസ് ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ ഏകദേശം ഒരു 1 വീക്ക് ആവാനായി. അപ്പോൾ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കമൻറ്റും പോസ്റ്റിലും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇത് അപ്ലോഡ് ചെയ്യാണ്ട് നീട്ടിപ്പോന്ന് ശരിയല്ലാന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നത്. ഇതിന് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിപ്പോൾ വോയിസ് ഓവർ ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് കുറേ ദിവസമായി. ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന ഇനി അടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതിലാണ്. ഇതെന്ന് പറയുന്നത് ഞാൻ കുറച്ച് നാളായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. കുറച്ച് നാളെന്ന് പറയുമ്പോൾ ഈ ആനുവൽ എക്സാമിന് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു 3 ദിവസത്തെ വ്ളോഗാണ്. 3 ദിവസത്തെയും കൂടി ഒരുമിച്ച് ചേർത്തതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ മെയിൻലി കാണിക്കുന്നത് സ്റ്റഡി സെക്ഷൻ മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആകെ ഒരു കുറച്ച് വ്ളോഗേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തെല്ലാം ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയെല്ലാം എന്താ പറയുക ഷൂട്ട് ചെയ്യേണ്ടത്, എന്തെല്ലാം വിഷ്വൽസ് എന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ടിപ്സ് പറഞ്ഞു തരുക. പ്ലസ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തായാലും ശ്രമിക്കുന്നതാണ്. അപ്പോൾ Day 1 Day 2 Day 3 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ മെയിൻലി തീർക്കാൻ വിചാരിക്കുന്നത് സോഷ്യലാണ്. ബിക്കോസ് സോഷ്യൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം തന്നെയാണ്. ബട്ട് എക്സാമിൻ്റെ തലേന്ന് തുറന്നു നോക്കിയാൽ ഒരിക്കലും എന്താ പറയുക പഠിച്ച് തീർക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്തൊരു സബ്ജക്റ്റ് ഇതുപോലെ വേറെ ഇല്ല എന്നെ സംബന്ധിച്ച്. അപ്പം ഞാൻ കുറച്ച് നേരത്തെ സോഷ്യലെല്ലാം പഠിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എക്സാമിൻ്റെ തലേന്ന് നോക്കുമ്പോൾ കുറച്ച് ഭാഗമാണെങ്കിലും ഓക്കെ, ഏകദേശം ഒരു ചാപ്റ്ററിലാണ് പഠിക്കാത്തതാണെങ്കിൽ എന്നാലും ഓക്കെ, ബാക്കി ചാപ്റ്റേഴ്സെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് ആ ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് മാത്രം പഠിച്ചിട്ട് പോകാൻ എനിക്ക് പറ്റും. പക്ഷേ ഇത് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഉള്ളതിന് ടെൻഷനായിട്ട് ഒരു കുന്തും എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് നന്നായിട്ട് വന്ന് അത് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എക്സാമിന് കുറേ ദിവസം മുമ്പ് തന്നെ ഞാൻ സോഷ്യലാണ്. അത് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ വ്ളോഗിൽ തന്നെ കാണാൻ പറ്റും. ഞാൻ മോസ്റ്റ്ലി സോഷ്യലാണ് പഠിക്കാനിരുന്നതാണെന്ന് എൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് മോസ്റ്റ്ലി ക്ലാസ് കണ്ടിട്ടാണ്. അപ്പോൾ തലേന്ന് ക്ലാസ്സും കൂടി ആകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാൻ കൂടി സമയം ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ 8th ടൈം ടേബിളും കൂടി വന്ന് ടൈം ടേബിൾ നോക്കുമ്പോൾ ഒരു ദിവസം പോലും ഗ്യാപ്പില്ല സോഷ്യലിന്. ബാക്കി എല്ലാ വിഷയത്തിനും ഒരു ദിവസമെങ്കിലും ഗ്യാപ്പുണ്ട്. ബട്ട് സോഷ്യലിന് അതില്ല. 26-ന് ഒരു പരീക്ഷ കഴിഞ്ഞ് 27-ാം തീയതി തന്നെ സോഷ്യലാണ്. സോഷ്യൽ പിന്നെ ആകെയുള്ളൊരു സമാധാനം ലാസ്റ്റിലെ എക്സാമാണ്. ബട്ട് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഈ ഗ്യാപ്പ് കിട്ടുന്ന ദിവസമല്ല നെക്സ്റ്റ് എക്സാം ഏതാണോ അതിനായിരിക്കും ഞാൻ കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കുക. അപ്പം സോഷ്യലിന് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റിയൊരു ദിവസം ഇല്ല, അതാണ് ഒരു കുഴപ്പമായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് ഞാൻ സോഷ്യൽ തന്നെയാണ് ഇപ്പം മോസ്റ്റ്ലി തീർക്കാൻ വിചാരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. അത് അത്ര കുഴപ്പമില്ല. ഞാൻ സാൻസ്ക്രിത്താണ് ഫസ്റ്റ് ലാംഗ്വേജ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു 2 ദിവസമെല്ലാം കിട്ടിയാൽ തന്നെ ഇപ്പോൾ പഠിച്ചു തീർക്കാൻ പറ്റും എന്നാണ് വിശ്വാസം. ഇതുവരെ തൊട്ട് നോക്കിയില്ല. ലാംഗ്വേജസ് എല്ലാം അങ്ങനെയാണല്ലോ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ മാത്സിന് ഒരു ദിവസം, പിന്നെ ബേസിക് സയൻസിന് 4 ദിവസമുണ്ട്. ബേസിക് സയൻസിന് 4 ദിവസം കൂടുതലാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത് 3 ഉണ്ട്. ബയോളജീൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പർ കണ്ടപ്പോൾ എൻ്റെ കിളി പോയിന്. പിന്നെ ഫിസിക്സ് എന്നാലും സിമ്പിളായിട്ടുള്ളത് കെമിസ്ട്രി ആയിരുന്നു ക്രിസ്മസിന്. പിന്നെ ആരോ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ എക്സാം എങ്ങനെയുണ്ടായിരുന്നെന്ന് ക്രിസ്മസിൻ്റെ. സോഷ്യലിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു ഓക്കെ ആയിരുന്നു. ബിക്കോസ് ഫസ്റ്റ് പോർഷനിൽ വന്നതൊന്നും നമുക്ക് അത്ര അറിയില്ലെങ്കിലും സെക്കൻഡ് പോർഷൻ എന്ന് വെച്ചാൽ ക്രിസ്മസ് എക്സാമിൻ്റെ ഭാഗത്തു നിന്ന് വന്നതെല്ലാം നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല രീതിക്കൊരു
35 മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഫുൾ മാർക്കൊന്നുമല്ല, 35 to 40 അതിൻ്റെ ഇടയ്ക്കൊരു മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയില്ല ഇനി ആനുവലിൽ എങ്ങനെയായിരിക്കും എന്ന്. ആനുവലിൽ എന്നാലും ഞാൻ ക്രിസ്മസിന് ഇട്ട പോലത്തെ എഫേർട്ട് ഇട്ടിട്ടില്ല ഇതുവരെ, എന്ന് വെച്ചാൽ പറ്റുന്നില്ല. ഞാനിപ്പോൾ ലാസ്റ്റ് തൊട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ഫസ്റ്റ് തൊട്ടുള്ള ഇപ്പോൾ ഉള്ള ചാപ്റ്റേഴ്സ് വരെ എന്താ പറയുക, എല്ലാ ചാപ്റ്റേഴ്സ് കവർ ചെയ്യണമെന്നുണ്ട്. കവർ ചെയ്യാൻ പറ്റത്തില്ല എന്നറിയാം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം തീർക്കേണ്ടതെന്ന് ഒരു പിടിയുമില്ല. പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്ന് വെച്ചാൽ എല്ലാ എക്സാമിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പാണ്. ബട്ട് ആ ഗ്യാപ്പ് സോഷ്യലില്ല എന്നുള്ള ആലോചിക്കുമ്പോഴും നല്ല വിഷമമുണ്ട്. എനിക്കറിയാം ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു നോയ്സ് ഉണ്ട്, എന്ന് വെച്ചാൽ അത്രയ്ക്കും അടുത്താണ് ആ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു 1 വീക്കോളം ഉണ്ടാകുന്ന പ്രോഗ്രാമാണ്. സോ നമുക്ക് രാത്രി ആകുമ്പോഴേക്ക് പഠിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ചില ദിവസം ഞാൻ പോവും പ്രോഗ്രാമാണ്, ചില ദിവസം ഞാൻ ക്ലാസ്സാണ് ഈ ആ സമയത്ത്. ഇപ്പോൾ എന്ന് വെച്ചാൽ എക്സാം ഇല്ലാണ്ട് സൈലത്തിൻ്റെ എജ്യൂപോർട്ടിൻ്റെ എല്ലാം ക്ലാസ് നടക്കുന്നുണ്ട്. ഓരോ ദിവസം ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കും. ഒന്നും ചെയ്യാതിരിക്കും എന്തെല്ലോ ഒരു എന്താ പറയുക വിഷമമോ എന്തെല്ലോ ഒരു ഫീലാണ്, എനിക്കറിയില്ല. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരു 10% ആണ്. 10% നമുക്ക് കഴിയുന്ന വിധം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലിപ്പ് കാണുമ്പോൾ നല്ല രീതിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ സോഷ്യലിൻ്റെ ക്ലാസ് കാണാണ്. സോഷ്യലിൻ്റെ ബാച്ചിലെ ക്ലാസ്സാണ് ഞാനിപ്പോൾ കാണുന്നത്. ബാച്ചിലെ ക്ലാസ് ഞാൻ കാണാൻ വിധം എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും അറിയാത്തൊരു ചാപ്റ്ററാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്കൂളിൽ ഈ ചാപ്റ്റർ ഇതുവരെ എടുത്തിട്ടില്ല. ഈ ചാപ്റ്റർ എടുക്കാണ്ട് നേരെ ലാസ്റ്റ് ചാപ്റ്റർ എടുത്ത്, ഈ ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റർ എന്നിട്ട് ഇത് ലാസ്റ്റോട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ 1 ഷോട്ട് കണ്ട ഒരു കാരണം വെച്ചാൽ എനിക്ക് മനസ്സിലാവില്ല എന്നറിയാം. സോ ഞാൻ വിചാരിച്ച് ബാച്ച് ക്ലാസ്സിൽ നല്ല രീതിക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റർ നല്ല രീതിക്ക് മനസ്സിലാക്കി അത് പഠിച്ചും കഴിഞ്ഞു. എക്സാമിനുള്ള ഫാക്കൽറ്റീസ് നല്ല രീതിക്ക് പഠിപ്പിക്കുന്നുണ്ട് ബാച്ചിൽ. അപ്പോൾ ബാച്ച് ക്ലാസ് ഞാൻ കാണാറുണ്ട് നല്ല രീതിക്ക്. ഇപ്പോൾ ഞാൻ യൂട്യൂബ് കാണാറുണ്ട്. എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇപ്പോൾ റിവിഷൻ ആയിട്ടും അതുപോലെ തന്നെ 1 ഷോട്ടായിട്ടും ഇപ്പോൾ ഓരോ ഫസ്റ്റത്തെ 1 to 3 1 to 6 എന്നിട്ടുള്ള ചാപ്റ്റേഴ്സെല്ലാം തീർക്കുന്നുണ്ട്. അപ്പം ഞാൻ സോഷ്യലിൻ്റെ ലൈവ് കണ്ടു തീർത്തു. ബാക്കിയൊന്നും കണ്ടിട്ടില്ല. സോഷ്യലാണ്, എന്നാലും നമുക്ക് എന്താണെന്നറിയില്ല, സോഷ്യൽ എങ്ങനെയെങ്കിലും തീർക്കണം. ബിക്കോസ് എക്സാമിൻ്റെ തലേന്ന് നമുക്കൊരു കുന്തോ മനസ്സിലാത്ത ഒരു ചാപ്റ്ററാണ് സോഷ്യൽ. കുറേ പേര് എന്നോടിപ്പം പറയുന്നൊരു കാര്യമാണ് വോയിസ് ഓവർ ചെയ്യാൻ, അത് ഷോർട്സിൽ. സംഭവം എനിക്ക് ഷോർട്സിൽ വോയിസ് ഓവർ ചെയ്യാൻ ഒരു കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കുറേ കാലമായിട്ട് ഓരോ വീഡിയോ ഇട്ട് ശ്രമിക്കുന്നുണ്ട് ഷോർട്സ്. ബട്ട് ഞാൻ എപ്പോഴൊക്കെ എന്താ പറയുക വോയിസ് ഓവർ ചെയ്ത് വീഡിയോ ഇട്ടാലും ഷോർട്സാണ്. യൂട്യൂബിൽ ലോങ് വീഡിയോ കുഴപ്പമില്ല, ബട്ട് ഷോർട്സിൽ ഞാൻ എപ്പം വോയിസ് ഓവർ ചെയ്തിട്ടിട്ടാലും ഒരിക്കലും വ്യൂസ് തരൂല. ഒരു 200 or 200 ബിലോ അത്രയേ പോകുന്നുള്ളൂ വ്യൂസ്. അപ്പോൾ അതെൻ്റെ ചാനലിനെ നല്ല രീതിക്ക് ബാധിക്കുന്നുമുണ്ട്, അതൊക്കെ മനസ്സിലായി. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്താ പറയുക ഷോർട്സ് വോയിസ് ഓവറിൽ ചെയ്യാത്തത്. ബട്ട് ഏകദേശം ഒരു 5-6 പേരറ്റം പറയുന്നുണ്ട് വോയിസ് ഓവർ ചെയ്ത് ഷോർട്സ് ഇടുമെന്ന്. ബട്ട് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ യൂട്യൂബിനും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല ഇപ്പോൾ ഇടാൻ. ബട്ട് ഞാൻ എന്നാലും എന്താ പറയുക ഇടുന്നുണ്ട്. ഒരു ഷോർട്സ് വീതാറ്റം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഈ ആഴ്ച വന്നിട്ട് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് അറിയില്ല അത്. എന്നാലും എനിക്ക് ഓരെയും കൂടി എന്താ പറയുക കൺസൾട്ട് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴെങ്കിലും ഒരിക്കലും ഞാൻ ഇടുന്നത് ആ വോയിസ് ഓവർ ചെയ്തിട്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഞാൻ വേറെ വീഡിയോസും ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴാണ് അറിയില്ല ഈ വോയിസ് ഓവർ തന്നെ ചെയ്തിടുന്നത്, എപ്പോഴാണ് എൻ്റെ ഗ്രോത്ത് പിടിക്കുന്നത് വോയിസ് ഓവർ ചെയ്തിട്ട് അപ്പം തൊട്ട് ഞാൻ എന്തായാലും എന്താ പറയുക ഷോർട്സ് വോയിസ് ഓവർ തന്നെയും. എനക്കും അത്ര വലിയ കംഫർട്ടൊന്നുമില്ല ഈ പാട്ട് വെച്ച് ചെയ്യുന്നതിൽ. ബട്ട് പാട്ട് വെച്ചാകുമ്പോൾ കുറച്ചും കൂടി സിമ്പിളാണ്, കാണുന്നവർക്കും ഇഷ്ടപ്പെടും. എനിക്കും കുറച്ചുകൂടി സിമ്പിളാണ്, എഡിറ്റ് ചെയ്യാനും പാട്ട് കൊടുക്കലേ വേണ്ടു. അപ്പോൾ ഇതുപോലത്തെ ലോങ് സ്റ്റഡി വ്ളോഗ്സ് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്മസ് എക്സാം പ്രിപ്പറേഷൻ ഞാൻ ഇട്ടതിൽ കുറേ പേര് കമൻറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആനുവൽ എക്സാമിനോട് അരിയെത്തി, അപ്പോൾ ഇതിനിടയിൽ തന്നെ എനിക്ക് വ്ളോഗും ചെയ്യണം. ഐ ഡോണ്ട് നോ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ബട്ട് പറയുക, പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും എടുക്കുന്നതാണ് ഇങ്ങനെ വ്ളോഗൊക്കെ ആയിട്ട് ലോങ് വീഡിയോ. ഞാനിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഓൾസോ ബൈ.